ഹലോ. ഇൻസ്റ്റയിലൊക്കെ കുറേ ദിവസമായി വൈറലായിക്കൊണ്ടിരിക്കുന്ന സൂര്യകാന്തി പാടത്തേക്ക് ഞങ്ങളും പോയി കേട്ടോ. ഞങ്ങൾക്ക് നന്നായി അറിയാവുന്ന സ്ഥലം ആയതുകൊണ്ട് കേട്ടപാടെ ഞങ്ങളും അങ്ങ് പോയി. ഈ സൂര്യകാന്തി പാടം ഉണ്ടല്ലോ, ഞങ്ങളുടെ അമ്മുമ്മയുടെ കുടുംബാമ്പലത്തിന്റെ അടുത്താണേ. കുറേ ദിവസമായിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അമ്മുമ്മയുടെ കുടുംബാമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. BJSM മഠത്തിൽ ഹൈസ്കൂളിന്റെ പുറകിലായാണ് ഈ സൂര്യകാന്തി പാടം ഉള്ളത്. ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു ഇത് കാണാൻ. ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ പാടത്ത് കയറി പൂക്കൾ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെ പൈസയൊന്നും കൊടുക്കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഒരാൾക്ക് കയറി ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപയായിരുന്നേ. ഞങ്ങൾ എന്നത്തെയും പോലെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ചെടികള് ചവിട്ടി ഓടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പേ വന്നവര്. സത്യം പറയാലോ, അത് കണ്ടപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഒരു കർഷകന്റെ കഷ്ടപ്പാടായിരിക്കുമല്ലോ ഇതൊക്കെ. എന്തോരം കഷ്ടപ്പെട്ടായിരിക്കും ഇതൊക്കെ നട്ട് വളർത്തിയത്. അപ്പോ പോകുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊന്നും ചവിട്ടി ഓടിക്കാതെയും പൂക്കൾ പറിക്കാതിരിക്കാനും നോക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഇത് നന്നായിട്ട് പാകമായി കഴിഞ്ഞാല് അവർക്ക് കുറെ എണ്ണ കിട്ടുമല്ലോ. അതുപോലെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ പൂക്കൾ പറിക്കരുതെന്നും ചെടിയൊന്നും ചവിട്ടി ഓടിക്കരുതെന്നും. ഞാൻ അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള മനോഹരമായ പൂക്കളൊക്കെയാ അവിടെ ചവിട്ടി ഒടിച്ചിട്ടേക്കുന്നത്. അപ്പോ വെക്കേഷനൊക്കെ അല്ലേ, പറ്റുന്നവരെല്ലാരും ഒന്ന് പോയി നോക്കേ. ഒരു രക്ഷയില്ല, നല്ല സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ വെയില്. ഞങ്ങള് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാ പോയത്. ഭയങ്കര പൊള്ളുന്ന വെയിലായിരുന്നേ. വെയിലൊക്കെ മാറുമ്പോൾ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാല് വെയിലൊക്കെ നന്നായിട്ട് കുറയുമല്ലോ. അതുകൊണ്ട് അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുവേ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങള് കുറച്ച് പേരൊക്കെ അങ്ങോട്ട് മാറിയപ്പോഴാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അങ്ങോട്ട് കയറിയത്. അതുപോലെ തന്നെ അവിടെ കുറെ ഐസ്ക്രീം വണ്ടികളും പിന്നെ പാനിപൂരി വിൽക്കുന്നവരും അതുപോലെ തന്നെ ജ്യൂസ് വിൽക്കുന്നവരും ഉണ്ടായിരുന്നേ. ഞങ്ങള് 2 ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു. ചേച്ചിയാണെങ്കിൽ, അതായത് പൈങ്കിളി, അവള് മാംഗോ ബാറും പിന്നെ ഞാൻ ചോക്കോ ബാറും ആണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങള് വീട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോന്നു. കുറച്ചു നേരം കൂടെ ഒക്കെ ഞങ്ങൾക്ക് അവിടെ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെയിലായോണ്ട് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോന്നു.